വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. വളരെ പ്രധാനപ്പെട്ട ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ് പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവച്ചത്. ഇപ്പോൾ ഈ കാൺപൂർ മെട്രോ അടക്കം 20,000 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യേണ്ടതാണ്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ നേട്ടമായി എടുത്തു കാണിക്കപ്പെടുന്ന പരിപാടിയാകെ റദ്ദാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ എത്ര ദിവസത്തേക്കാണ് റദ്ദാക്കിയിരിക്കുന്നത്? ഇനി പ്രധാനപ്പെട്ട മറ്റു യോഗങ്ങൾ, ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട മന്ത്രിസഭ ഉപസമിതി യോഗം വൈകിട്ട് ചേരാൻ പോകുന്നതടക്കം എന്തൊക്കെയാണ് ഡൽഹിയിൽ ഭരണതലത്തിൽ നടക്കുന്നത് എന്ന് പങ്കുവയ്ക്കപ്പെടുന്നുണ്ടോ? രതീഷ്, നാളെയാണ് കാൺപൂർ മെട്രോയുടെ ഒരു ലൈനിൻ്റെ ഇനോഗ്രേഷൻ അല്ലെങ്കിൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ വെച്ചിരുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് ചില ഉത്തർപ്രദേശിലെ 20,000 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വെച്ചിരുന്നതാണ് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അത് മറ്റൊരു ദിവസത്തേക്ക് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. പ്രധാനമന്ത്രിയുടെ ഈ പറഞ്ഞ നാളത്തെ പരിപാടി മാറ്റിവെച്ചതിനൊപ്പം ഒരു നിർണായകമാകുന്നത് സ്വാഭാവികമായിട്ടും ഇന്നത്തെ സുരക്ഷാകാര്യ ഉപസമിതിയുടെ യോഗം കുറച്ചുകൂടി ഗൗരവമാകുന്നു എന്നുള്ളതാണ്. അതായത് പ്രധാനമന്ത്രി ഇവിടെ തലസ്ഥാനത്ത് തന്നെ തുടരേണ്ട ഒരു സാഹചര്യം വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മാറി നിൽക്കുന്നില്ല, അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് നടപടിക്രമങ്ങൾ നാളെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നു. ഇന്നത്തെ തീരുമാനം അത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധയോടെ കാത്തിരിക്കേണ്ടത്. ലോകരാഷ്ട്രങ്ങളും ഇന്ത്യയുടെ റെസ്പോൺസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരു മെച്ചൂർഡായിട്ടുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നുള്ള രീതിയിൽ ഇന്ത്യ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത്. ലോകത്തിൻ്റെ പിന്തുണ നമുക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ വിഷയത്തിൽ പഹൽഗാമിൽ നടന്ന സംഭവത്തിൽ എല്ലാ രാജ്യങ്ങളും നമുക്കൊപ്പം തന്നെ നിൽപ്പുണ്ട്. ചൈന അടക്കം ഇന്ന് ഏറ്റവും ഒടുവിൽ പ്രസ്താവന നടത്തിയത് ഇതിനെ ഞങ്ങൾ അപലപിക്കുന്നു എന്ന് തന്നെയാണ് ചൈനയും വ്യക്തമാക്കിയിട്ടുള്ളത്. പാകിസ്ഥാൻ്റെ ഏറ്റവും വലിയ പിന്തുണ ഉള്ള ഒരു രാജ്യമാണ് ചൈന. എന്നിട്ട് പോലും ചൈന ഇക്കാര്യത്തിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം നിൽക്കുന്നു. അപ്പോൾ എത്രത്തോളം മെച്ചൂർഡായിട്ടുള്ള റെസ്പോൺസാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വൈകിട്ട് വരിക എന്നുള്ളതാണ്. അത് ഈ പറയുന്ന ഒരു സൈനിക നടപടി എന്നൊക്കെ വലിയ സമ്മർദ്ദം ശക്തൻ്റെ സർക്കാരിൻ്റെ മുകളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ അത്തരത്തിലൊരു സമ്മർദ്ദം പൊതുസമൂഹത്തിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുമൊക്കെ സർക്കാരിന് മേലുണ്ട്. വലിയ തോതിലുള്ള തിരിച്ചടി നൽകണം. പുൽവാമയ്ക്ക് നൽകിയതുപോലെ തന്നെ ഉറിയിൽ നൽകിയതുപോലെ തന്നെ ഉള്ള ഒരു തിരിച്ചടി നൽകണം എന്നുള്ള അല്ലെങ്കിൽ ഒരു സൈനിക ഇടപെടലിലേക്ക് പോകണം എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ ആവശ്യം സർക്കാരിന് മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് NDA സർക്കാർ ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. ഈ പ്രതിപക്ഷ പാർട്ടികൾ പോലും സർക്കാരിന് പിന്തുണ നൽകിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി സംസാരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പൂർണ്ണ പിന്തുണ ഈ വിഷയത്തിൽ സർക്കാരിനൊപ്പമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി അദ്ദേഹവും ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഒരു പൊതുവായി ഇന്ത്യയിലെ രാഷ്ട്രീയ പൊതുസമൂഹം സർക്കാരിനൊപ്പമുണ്ട്. ആ പ്രതികരണം ഇനി എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്.